വിജയകുമാർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. വിജയകുമാർ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, എസ്കെൻ വീട്ടിലേക്ക് അല്പസമയത്തിനകം എത്തിക്കും. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ആംബുലൻസ് ആ വീടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അദ്ദേഹം മരണശേഷം എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്നതിൽ അദ്ദേഹം മകളോട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. അതനുസരിച്ച് തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. പൊതുദർശനം ഉണ്ടാകില്ല. വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവരുന്നു. നാളെ രാവിലെ അവിടെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ എത്തുന്നവർക്ക് അതിനുള്ള സൗകര്യം വീട്ടിലുണ്ടാകും. ഇപ്പോൾ രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകും. രാഹുൽ സുരേഷ് ഇപ്പോഴുള്ളത് MTയുടെ കൊട്ടാരം റോഡിലെ വീട്ടിലാണ്. രാഹുൽ, വീട്ടിലേക്ക് മൃതദേഹം എത്തിയിട്ടുണ്ട്. അവിടെ ആംബുലൻസ് എത്തുന്നത് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. എന്താണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഇന്നിപ്പോൾ അവിടെ കുറേ ആളുകൾ എത്തുന്നുണ്ട്. അവർക്കൊന്നും അന്തിമോപചാരം അർപ്പിക്കാൻ എന്തായാലും ഇന്ന് രാത്രിയിൽ സാധിക്കില്ലല്ലോ, അല്ലേ? വിജയകുമാർ, ഇപ്പോൾ മിഥില ബാലൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം, മൃതദേഹം വീട്ടിനകത്തേക്ക് എത്തിച്ചു കഴിഞ്ഞു എന്നാണ്. അതെ അതെ അതെ. രാഹുൽ, കേൾക്കാമെങ്കിൽ. വിജയകുമാർ, MTയുടെ ഭൗതികദേഹം ഇപ്പോൾ വീട്ടിലെത്തിച്ചിരിക്കുകയാണ്. SKN സൂചിപ്പിച്ച പോലെ തന്നെ ഭൗതികദേഹം വീടിനുള്ളിലേക്ക് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട്. ഇനി നാളെ വൈകിട്ട് 4 മണി വരെ വീടിനുള്ളിലായിരിക്കും പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാവുക. നേർച്ച നിശ്ചയിച്ചത് പ്രകാരം മറ്റിടങ്ങളിൽ പൊതുദർശനം ഉണ്ടാവില്ല. പകരം അന്തിമോപചാരം അർപ്പിക്കാൻ വീടിനുള്ളിൽ മാത്രമായിരിക്കും അവസരമുണ്ടാവുക. ഈ വീട്ടിലേക്ക് എത്തുന്ന സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ ആളുകൾക്ക്, അതോടൊപ്പം തന്നെ ജനങ്ങൾക്കും ഈ വീടിനുള്ളിലെത്തി അന്തിമോപചാരം അർപ്പിക്കാം എന്നതാണ് നിലവിലെ തീരുമാനം. അതിനുശേഷം നാളെ വൈകിട്ട് 5 മണിയോടെ ഇവിടെ ശ്മശാനത്തിലായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ നടക്കാൻ പോകുന്നത്. ഇപ്പോൾ ഭാഗത്തുനിന്നും മന്ത്രി AK ശശീന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാർത്ത അറിഞ്ഞ് വിവിധ കോണുകളിൽ നിന്നുള്ള ആളുകൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ MD പറഞ്ഞതനുസരിച്ച് മറ്റിടങ്ങളിൽ പൊതുദർശനം വേണ്ട എന്ന് തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് കുടുംബത്തിന്റെ തീരുമാനം. അതുകൊണ്ട് തന്നെ വീടിനുള്ളിലായിരിക്കും ഇപ്പോൾ 12 മണി മുതൽ നാളെ വൈകിട്ട് 4 മണി വരെ പൊതുദർശന ചടങ്ങുകൾ വീടിനുള്ളിൽ തന്നെയായിരിക്കും. അതിനുശേഷമായിരിക്കും മൃതദേഹം സംസ്കാരത്തിനായി ശ്മശാനത്തിലേക്ക് കൊണ്ടുപോവുക. എന്താണെങ്കിലും അല്പസമയം മുമ്പാണ് ബേബി മെമ്മോറിയൽ ആശുപത്രിയിൽ നിന്നും ഭൗതികദേഹം ഈ വീട്ടിലേക്ക് എത്തിച്ചത്. ഈ വീടുള്ളത് കോഴിക്കോട്ടെ കൊട്ടാരം റോഡിലാണ്. MD മാതൃഭൂമിയിൽ പത്രാധിപരായി ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് ഈ കൊട്ടാരം റോഡിലുള്ള സിത്താര വീട്ടിലേക്ക് അദ്ദേഹം താമസം മാറുന്നത്. അതിനുശേഷം ഇത്രയും കാലം ഇവിടെയായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ആശുപത്രിയിലേക്ക് പോകുമ്പോഴും ആരോഗ്യവാനായി ഈ വീട്ടിലേക്ക് തിരികെ എത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കുടുംബാംഗങ്ങളും ഈ നാട്ടുകാരും ഉണ്ടായിരുന്നത്. പക്ഷേ അല്പസമയം മുമ്പ് ആ ദുഃഖവാർത്ത നാടിനെ തേടി എത്തിയിരിക്കുകയാണ്. അദ്ദേഹം മരിച്ചു എന്ന വാർത്ത ആണ് അല്പസമയം മുമ്പ് പുറത്തേക്ക് വന്നത്. അതനുസരിച്ചാണ് ആ വാർത്ത കേട്ട ശേഷമാണ് ഇവിടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. എന്താണെങ്കിലും പൊതുചടങ്ങുകൾ സമയത്തിനുള്ളിൽ തന്നെ ആരംഭിക്കും. ഫ്രീസർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എത്തിച്ചിരുന്നു. അതനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ്. വിജയകുമാർ, MDയുടെ കൊട്ടാരം റോഡിലെ വീട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മൃതദേഹം അവിടേക്ക് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് കൊണ്ടുവന്നത്. വീട്ടിനുള്ളിലേക്ക് മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. ഇനി ഒരുപക്ഷെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന നാളെ വൈകുന്നേരം വരെ, ഏതാണ്ട് 5 മണി, അതിന് തൊട്ട് മുമ്പ് വരെ 4 മണി വരെയെങ്കിലും ഈ മൃതദേഹം വീട്ടിൽ തന്നെ ആയിരിക്കും സൂക്ഷിക്കുക. നാളെ രാവിലെ മുതൽ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ വീട്ടിൽ അവസരമുണ്ടാകും. ഒരു പൊതുദർശനമൊന്നും വേണ്ട എന്ന് MT തന്നെ നേരത്തെ മകളോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് മൃതദേഹവുമായി എങ്ങോട്ടെങ്കിലും ഇങ്ങനെ കൊണ്ടു നടക്കേണ്ടതില്ല എന്ന വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചതെന്നാണ് നേരത്തെ അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ തന്നെ പറഞ്ഞത്. അപ്പോൾ അതനുസരിച്ച് വീട്ടിൽ തന്നെ ആയിരിക്കും മൃതദേഹം ഇനിയുള്ള മണിക്കൂറുകൾ സൂക്ഷിക്കുക. രാവിലെ മുതൽ അദ്ദേഹത്തിനെ കാണാൻ അവിടെ അവസരമുണ്ടാകും. അന്തിമോപചാരം അർപ്പിക്കാൻ അവിടെ അവസരമുണ്ടാകും. വീട്ടിലേക്ക് ഇങ്ങനെ ധാരാളം ആളുകൾ രാത്രി വൈകിയും എത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അറിഞ്ഞ് ആശുപത്രിയിൽ വലിയൊരു ആൾക്കൂട്ടമുണ്ടായിരുന്നു. ഇപ്പോഴത്തെ വീട്ടിലേക്കൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അനുശോചന പ്രവാഹം നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതുപോലെ മരുന്നിൻ്റെ ബലവും പ്രാർത്ഥനയുടെ കരുത്തും MDയെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരുപക്ഷെ ലോകത്ത് വിവിധ ഭാഗങ്ങളിലുള്ള വിവിധ മേഖലകളിലുള്ള മലയാളികൾ അദ്ദേഹം ആരോഗ്യത്തോടെ തിരിച്ചു വരും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു. ആ പ്രാർത്ഥനയും മരുന്നിൻ്റെ ബലവും അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നായിരുന്നു നമ്മളൊക്കെ കരുതിയത്. പക്ഷേ അതിൻ്റെ സൂചനകളും ഉണ്ടായിരുന്നു. അദ്ദേഹം ജീവിതത്തിലേക്ക് തിരികെ വരുന്നു എന്ന സൂചനകളും ഉണ്ടായിരുന്നു. പക്ഷേ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താക്കി ഇന്ന് വൈകുന്നേരം ആയപ്പോഴേക്കും
അദ്ദേഹത്തിന് ആരോഗ്യം ഗുരുതരമാകുന്നു. അദ്ദേഹം എന്താണ് അദ്ദേഹത്തിൻ്റെ അങ്ങേയറ്റം ഗുരുതരാവസ്ഥയിലേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില പോകുന്നു. അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു, വിഫലമാകുന്നു. ദുഃഖവാർത്തയാണ് ഈ രാത്രി പ്രേക്ഷകരോട് നമുക്ക് പങ്കുവെക്കേണ്ടി വരുന്നത്. ഇതാ നമ്മൾ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട്. വീടിനകത്തേക്ക് മൃതദേഹം കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അവിടെയാണത് സൂക്ഷിക്കുക. നാളെ സംസ്കാര ചടങ്ങുകൾ വൈകിട്ട് 5 മണിക്കാണ്. അതുവരെ വീട്ടിൽ മൃതദേഹം സൂക്ഷിക്കും. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ നാളെ രാവിലെ മുതൽ അവസരമുണ്ടാകും. ഒരുപക്ഷേ മലയാളിയുടെ വായനാശീലമുള്ള മലയാളിക്ക് മുഴുവൻ അവരെ വായനയുടെ ലോകത്തേക്ക് പിടിച്ചുകൊണ്ടുവന്ന, കൈപിടിച്ച് നടത്തിയ 2 അക്ഷരമാണ് MD എന്നത്. നേരത്തെ ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞതുപോലെ അനാഥമാകുന്നത് ഒരുപക്ഷെ ഭാഷയാണ്. ഈ ഭാഷ, മലയാള ഭാഷ അനാഥമാകുന്നു എന്നാണ് ആലങ്കോട് ലീലാകൃഷ്ണൻ പറഞ്ഞത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. പ്രിയദർശൻ സൂചിപ്പിച്ചതുപോലെ ഒരു തലമുറയുടെ ഒരു ഗുരു തുല്യനായ മനുഷ്യനാണ് MD വാസുദേവൻ നായർ. അദ്ദേഹത്തെ വായിച്ചും അദ്ദേഹത്തെ അറിഞ്ഞും അദ്ദേഹത്തെ കേട്ടുമൊക്കെയാണ് ഒരു തലമുറയല്ല, എത്രയോ തലമുറ ഈ അക്ഷരത്തിൻ്റെയും അറിവിൻ്റെയൊക്കെ ലോകത്തേക്ക് പലപ്പോഴും നടന്നു വന്നത്. അങ്ങനെ തലമുറകളെ പ്രചോദിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും തലമുറകളെ വായിക്കാൻ പ്രേരിപ്പിക്കുകയും വായിക്കാൻ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്ത 2 അക്ഷരമാണ്. കേവലം 2 അക്ഷരമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുരുതുല്യമാണ് ആ 2 അക്ഷരം. അത് MD വാസുദേവൻ നായർ എന്നത് നമ്മളുടെ മലയാളിയുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. നമ്മളുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം, അങ്ങനെയൊക്കെ നമുക്ക് പറയാം.